ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 65. ധിക്കാരികൾക്ക് ശിക്ഷ. എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനമരുളാനും ഞാൻ തയ്യാറായിരുന്നു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു. ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും ഇഷ്ടികളിന്മേൽ ധൂപാർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി എപ്പോഴും എന്നെ പ്രകോപിപ്പിക്കുന്ന ഒരു ജനത്തിനു നേരെ തന്നെ. അവർ ശവകുടീരങ്ങളിൽ ഇരിക്കുന്നു, രഹസ്യ സ്ഥലങ്ങളിൽ രാത്രി ചെലവഴിക്കുന്നു, പന്നിയിറച്ചി ഭക്ഷിക്കുന്നു, നിന്ദ്യമായവയുടെ സത്ത് പാനം ചെയ്യുന്നു. അവിടെ തന്നെ നിൽക്കുക, എൻ്റെ അടുക്കൽ വരരുത്. ഞാൻ വിശുദ്ധനാണ് എന്ന് അവർ പറയുന്നു. അവർ എൻ്റെ നാസികയിൽ പുകയാണ്, ദിവസം മുഴുവൻ എരിയുന്ന തീയാണ്. ഇതാ എല്ലാറ്റിൻ്റെയും രേഖ എൻ്റെ മുൻപിലുണ്ട്. ഞാൻ നിശബ്ദനായിരിക്കുകയില്ല, പ്രതികാരം ചെയ്യും. അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും തിന്മകൾക്ക് അവരുടെ മടിയിലേക്ക് തന്നെ ഞാൻ പ്രതികാരം ചൊരിയും. കർത്താവ് അരുളി ചെയ്യുന്നു. അവർ മലമുകളിൽ ധൂപമർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്ദിക്കുകയും അവരുടെ പഴയ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ അവരുടെ മടിയിൽ തന്നെ ഞാൻ അളന്നു നൽകും. കർത്താവ് അരുളി ചെയ്യുന്നു. മുന്തിരിക്കുലയിൽ വീഞ്ഞ് കാണുമ്പോൾ അത് നശിപ്പിക്കരുത്. അതിൽ ഒരു വരമുണ്ട് എന്ന് പറയുന്നത് പോലെ എൻ്റെ ദാസർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും. അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല. യാക്കോബിൽ നിന്ന് സന്തതികളെയും യൂദായിൽ നിന്ന് എൻ്റെ മലകളുടെ അവകാശികളെയും ഞാൻ പുറപ്പെടുവിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് കൈവശപ്പെടുത്തും. എൻ്റെ ദാസർ അവിടെ വസിക്കും. എന്നെ അന്വേഷിച്ച എൻ്റെ ജനത്തിൻ്റെ ആട്ടിൻപറ്റങ്ങൾക്ക് ഷാരോൻ മേച്ചിൽപ്പുറവും കന്നുകാലികൾക്ക് ആഖോർ താഴ്വരയും വിശ്രമകേന്ദ്രങ്ങളായിരിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവന് പീഠമൊരുക്കുകയും വിധിയുടെ ദേവന് വീഞ്ഞു കലർത്തി പാനപാത്രം നിറയ്ക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളെ വാളിനേൽപ്പിക്കും. കൊലയ്ക്ക് തല കുനിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇടവരും. കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രവിച്ചില്ല. എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു, എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ദാസർ ഭക്ഷിക്കും, നിങ്ങൾ വിശന്നു പൊരിയും. എൻ്റെ ദാസർ പാനം ചെയ്യും, നിങ്ങൾ തൃഷ്ണാർത്തരാകും. എൻ്റെ ദാസർ സന്തോഷിച്ചുല്ലസിക്കും, നിങ്ങൾ നിന്ദനമേൽക്കും. എൻ്റെ ദാസർ ആനന്ദഗീതം ആരംഭിക്കും, നിങ്ങൾ ദുഃഖം കൊണ്ട് നിലവിളിക്കുകയും മനോവ്യഥ കൊണ്ട് വിലപിക്കുകയും ചെയ്യും. ഞാൻ തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ നാമം ശപിക്കാൻ ഉപയോഗിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ വധിക്കും. തൻ്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു പേര് നൽകും. ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും. ശപഥം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അത് ചെയ്യും. മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇതാ ഞാനൊരു പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു. ജെറുസലേമിനെക്കുറിച്ച് ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. ശിശുക്കളോ ആയുസ് തികയാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല. 100-ാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും. 100 തികയുന്നതിന് മുൻപുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വച്ചു പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. അവർ നടുന്നതിൻ്റെ ഫലം അപരൻ ഭുജിക്കുകയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും. അവരുടെ അധ്വാനം വ്യഥ ആവുകയില്ല. അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും. അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. പാമ്പിൻ്റെ ആഹാരം പൊടിയായിരിക്കും.
എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല. പ്രിയ ദൈവജനമേ, ബാബിലോണിലെ പ്രവാസത്തിന് ശേഷം തിരിച്ചെത്തിയ ഇസ്രായേൽ ജനതയുടെ ആത്മീയവും സാമൂഹികവുമായ തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ 65-ാം അധ്യായം രചിക്കപ്പെട്ടിരിക്കുന്നത്. തന്നെ അന്വേഷിക്കാത്തവർക്ക് തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യമാണ് പ്രവാചകൻ ഇവിടെ ആദ്യമേ വരച്ചു കാട്ടുന്നത്. വിഗ്രഹാരാധനയിലും അശുദ്ധിയിലും മുഴുകി തന്നെ ധിക്കരിച്ച ഒരു ജനതയോട് ദൈവം തൻ്റെ കൈകൾ നീട്ടി സദയം കാത്തിരിക്കുന്നുവെന്ന് നാം കാണുന്നു. ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ തകർച്ചയുടെ ആ പഴയ നാളുകളിൽ ആഹാസ് രാജാവിൻ്റെയും ഹെസക്യ രാജാവിൻ്റെയും കാലത്തെ തിക്താനുഭവങ്ങൾ ജനമനസ്സുകളിൽ ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട്. ദൈവത്തെ തള്ളിക്കളയുന്നവർക്കുള്ള ശിക്ഷാവിധിയും എന്നാൽ അവിടുത്തെ ദാസന്മാർക്കുള്ള പ്രത്യേക സംരക്ഷണവും ഈ വചനഭാഗം അടിവരയിട്ട് വ്യക്തമാക്കുന്നു. പ്രവാചകനായ യെശയ്യാ അത്യന്തം ധൈര്യത്തോടും ദൈവിക തീക്ഷ്ണതയോടും കൂടിയാണ് ജനങ്ങളുടെ തെറ്റുകളെ വിളിച്ചു പറയുന്നത്. തൻ്റെ ജനപതനത്തിൽ വേദനിക്കുന്ന ഒരു പ്രവാചകൻ്റെ ഹൃദയത്തുടിപ്പുകൾ ഓരോ വാക്യത്തിലും നമുക്കിവിടെ അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും എന്ന ദൈവത്തിൻ്റെ മഹത്തായ വാഗ്ദാനമാണ്. പഴയകാലത്തെ കഷ്ടതകളും കണ്ണുനീരും പാടെ മറന്നുപോകുന്ന ഒരു പുതിയ യുഗത്തെപ്പറ്റിയുള്ള പ്രത്യാശയാണിത്. ശിക്ഷാവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾക്കിടയിലും ദൈവം തൻ്റെ വിശ്വസ്തരായ ദാസിമാർക്ക് കാത്തുവച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രവാചകൻ ഇവിടെ വിവരിക്കുന്നു. നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും തമ്മിലുള്ള വ്യക്തമായ വേർതിരിവ് ദൈവത്തിൻ്റെ നീതിപൂർവമായ ന്യായവിധിയെ സൂചിപ്പിക്കുന്നു. പാപത്തിൽ തുടരുന്നവർക്ക് നാശവും ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് സമാധാനപൂർണമായ ജീവിതവുമാണ് ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. മുൻകാലങ്ങളിൽ അസീറിയൻ ബാബിലോണിയൻ ഭീഷണികൾക്കിടയിൽ ദൈവം കാത്തു പരിപാലിച്ചതുപോലെ ഇപ്പോഴും അവിടുന്ന് തൻ്റെ ശേഷിപ്പിനെ പരിപാലിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ എന്നത് വെറുമൊരു വാഗ്ദാനമല്ല സഹോദരങ്ങളെ, മറിച്ച് അത് പ്രായോഗികമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണെന്ന് യെശയ്യാ പ്രവാചകൻ നമ്മെ ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ആധുനിക കാലത്ത് ജീവിക്കുന്ന വിശ്വാസികളായ നമുക്ക് ഈ അധ്യായവും വലിയൊരു ആത്മീയ പാഠമാണ് നൽകുന്നത്. ഭൗതികതയിലും സ്വാർത്ഥതയിലും മുഴുകി ദൈവത്തെ പാടെ മറന്നുപോകുന്ന നമ്മുടെ സമകാലിക സാഹചര്യങ്ങൾക്ക് ഈ വചനഭാഗം വലിയൊരു താക്കീതുമാണ്. അനീതിക്കും പാപത്തിനുമെതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധി ഇന്നും പ്രസക്തമാണെന്ന് നാം വിസ്മരിക്കരുത്. കഷ്ടതകൾക്കിടയിലും പ്രത്യാശയോടെ ദൈവത്തിലേക്ക് തിരിയാൻ ഈ വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനായുള്ള ഒരുക്കമായി വേണം നാം ഈ പുതിയ ആകാശത്തെയും ഭൂമിയെയും ദർശിക്കാൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അതീവ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ആഹ്വാനം നമ്മുടെ അനുദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവത്തിൻ്റെ ദാനമായ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്ന വിശ്വസ്ത ദാസരായി നാം മാറിയേ മതിയാവൂ. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിനായി ജാഗ്രതയോടെ കാത്തിരിക്കാൻ ഈ 65-ാം അധ്യായം നമ്മെ ആവേശം കൊള്ളിക്കട്ടെ. ആട്ടിൻകുട്ടിയും സിംഹവും ഒരുമിച്ച് മെയ്യുന്ന ആ സമാധാനത്തിൻ്റെ യുഗം നമ്മുടെ ആത്മീയ ലക്ഷ്യമായിരിക്കണം. കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് ഒരു നാളും ലജ്ജിക്കേണ്ടി വരില്ലെന്ന സത്യം നമുക്ക് വലിയ ധൈര്യം പകർന്നു നൽകുന്നു. ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ ഭയങ്ങളെയും വെടിഞ്ഞ് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അവിടുന്ന് നമുക്കായി ഒരുക്കുന്ന നിത്യമായ സന്തോഷത്തിൻ്റെ നാളുകൾക്കായി നമുക്കും ഒരുമിച്ച് ഒരുങ്ങാം. പ്രത്യാശയുടെ ഈ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ നമുക്കും സാധിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.